ഈ കാണുന്ന കാറിന് മുകളിലേക്കാണ് ഈ ഇരുമ്പ് ദണ്ട് വീണത്. ചൊവ്വാഴ്ച രാത്രി ഏതാണ്ട് ഒരു 9:30ക്കും 10 മണിക്കും ഇടയിലാണ് ഈ സംഭവം ഉണ്ടായത്. പാലാരിവട്ടം കാക്കനാട് റൂട്ടിൽ മെട്രോയുടെ പണി നടക്കുന്നുണ്ട്. അവിടെ പാടിവട്ടം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് ഇത്തരമൊരു അപകടം ഉണ്ടായത്. നമുക്ക് കാണാം, ഈ മുൻഭാഗത്ത് ഇടത് സീറ്റിലായി ഇരുന്നതായിരുന്നു ഗോപിക. ഈ ഗോപികയുടെ മുന്നിലേക്കാണ് ഈ ഗ്ലാസ് അടക്കം തകർത്തുകൊണ്ട് വലിയൊരു ഇരുമ്പ് ദണ്ട് പതിച്ചത്. കൈക്കും അതോടൊപ്പം തന്നെ കാലിനും പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഉടൻ തന്നെ ആശുപത്രിയിൽ പോവുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം പോലും മെട്രോ അധികൃതരുടെ പെരുമാറ്റം അടക്കം വലിയ മോശം രീതിയിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? നമ്മൾ കഴിഞ്ഞ മെയ് 19 രാത്രി പാടിവട്ടം കപ്പേളയുടെ ഫ്രണ്ട് വെച്ചിട്ടാണ് ഈ ഒരു ഇഷ്യൂ ഉണ്ടാവുന്നത്. നമ്മൾ റോട്ടിൽ കൂടെ പോകുമായിരുന്നു, കാറ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കമ്പി വന്നിട്ട് തുളച്ച് കയറിയത്. അപ്പം എൻ്റെ കൈയുടെ ഇവിടെ ഒരു ചതവും തൊടയുടെ ഭാഗത്തായിട്ടൊരു മുറിവും പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പം തന്നെ നമ്മൾ മെഡിക്കൽ സെൻറ്റർ ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അതിനുശേഷം പാലാരിവട്ടം സ്റ്റേഷനിൽ പോയിട്ട് കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ നിർമ്മാണം നടക്കുന്നുണ്ടായിരുന്നു, തൊഴിലാളികൾ ഉണ്ടായിരുന്നു. നമ്മൾ താഴെ ഇറങ്ങി വന്നിട്ട് നോക്കിയപ്പോൾ മേലെ ഒരാൾ നിൽക്കുന്നത് കണ്ടതുമാണ്. എന്താണ് അതിനുശേഷം അവിടെയുള്ള ജീവനക്കാരൊക്കെ എന്താ പറഞ്ഞത്? അതിനുശേഷം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കൺസ്ട്രക്ഷൻ സൈറ്റ് എഞ്ചിനീയേഴ്സിനെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ വന്നു നമ്മുടെ അടുത്ത് സംസാരിച്ചു. അപ്പോൾ അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് എനിക്ക് അവരതൊരു സില്ലി കാര്യമായിട്ട് എടുത്ത പോലെയാണ് ഫീൽ ചെയ്തത് പേഴ്സണലി. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ അങ്ങനെ ഒരു വീഡിയോ ഇടാൻ തന്നെ കാരണം ഉണ്ടായത്. കാരണം ഇത് ആൾക്കാരെ മേത്ത് വെച്ചിട്ടല്ലല്ലോ ഒരു ട്രയൽ ആൻഡ് എറർ നടത്തേണ്ടത്. അവർക്കൊരു ലെസൺ ആയിരിക്കും എന്നുള്ള രീതിയിലാണ് സംസാരിച്ചത്. എന്താണ് പറഞ്ഞത്? ഇതൊരു പാഠമാണ്. അവർക്കൊരു ലെസൺ ആയിരിക്കും. അവർ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വീഴേണ്ടതായിരുന്നു, അത് റൈറ്റ് സൈഡിലേക്കാണ് വീണത്. റോഡ് ബ്ലോക്ക് ചെയ്യാൻ മറന്നുപോയി എന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ അടുത്ത് സംസാരിച്ചത്. അവിടെ നിർമ്മാണം നടത്തുന്ന തൊഴിലാളികളുടെ സൈറ്റ് എഞ്ചിനീയേഴ്സ് പറഞ്ഞു. വാർത്ത വന്ന ശേഷം ആരെങ്കിലും മെട്രോയുടെ ആരെങ്കിലും ബന്ധപ്പെട്ടോ സംസാരിച്ചോ? ഇന്ന് രാവിലെ ഉമ്മ തോമസ് മാം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഹൈബീഡൻ സാറും വിളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ലോക്നാഥ് ബെഹ്റയും കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ നമ്മുടെ അടുത്ത് പറഞ്ഞു വേണ്ട രീതിയിൽ എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള കാര്യങ്ങൾ. സ്ഥിരമായി അതുവഴി പോകുന്ന ആളുകളാണ്. അതെ, ഈ രണ്ട് ഭാഗത്തും കൂടിയാണ് വാഹനങ്ങൾ കടത്തി വിടുന്നത്. പക്ഷെ വലിയ അപകടം ഉണ്ട് അവിടെ. ഉണ്ട്. ഇതിപ്പോൾ ഒരു ബൈക്കിൽ വരുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ സ്പോട്ടിൽ തന്നെ മരണം വരെ സംഭവിച്ചിട്ട്. എനിക്കാണെങ്കിൽ പോലും അത് വയറിലോ നെഞ്ചിലോ തലയിലോ എവിടെ വന്നെങ്കിൽ പോലും സ്പോട്ടിൽ തന്നെ മരണം സംഭവിക്കാവുന്ന ഒരു കാര്യമായിരുന്നു. എന്തോ ജസ്റ്റ് ദൈവഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇപ്പോഴും ആ ഒരു ഷോക്ക് ഉണ്ട്. അതാണ് ഡോക്ടർ അരുൺകുമാർ. ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗോപിക രക്ഷപ്പെട്ടത്. നിരവധി ആളുകൾ രാവിലെയും വൈകുന്നേരം ഒക്കെ തന്നെ പോകുന്ന, രാത്രി അടക്കം പോകുന്നൊരു റോഡാണ്. ആ റോഡിലാണ് ഇങ്ങനെ പണി നടക്കുന്നത്. അവിടെ കൃത്യമായ സുരക്ഷാ മാനദണ്ഡങ്ങളൊന്നും പാലിക്കാതെ ഇത്തരത്തിൽ ഒരു നിർമ്മാണം നടത്തുന്നത് കൊണ്ടാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായത്. എന്തായാലും ഭാഗ്യം കൊണ്ട് മാത്രമാണ് ഗോപിക രക്ഷപ്പെട്ടത്. ഗോപിക വിപ്രോയിൽ ജോലി ചെയ്യുകയാണ്.